നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇലക്ഷൻ പ്രചരണ സമയത്ത് UDFന്റെ വലിയ ഒരു വാഗ്ദാനമായിരുന്നു വാഹനങ്ങളുടെ രൂപമാറ്റം. അതായത് തങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിന് അപകടകരമല്ലാത്ത രീതിയിൽ അതിന്റെ ഷേപ്പിന് മാറ്റം വരുത്തുന്നത് അനുവദനീയമാണ്. അത് ഞങ്ങൾ സാധിച്ചു കൊടുക്കും. നമ്മുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. ഇത് വാഹനത്തോട് കമ്പമുള്ള ചെറുപ്പക്കാരുടെ വലിയ ഒരു ആഗ്രഹമായിരുന്നു. അവരുടെ ഒരു ചിരകാല സ്വപ്നമാണ് താൻ ഉപയോഗിക്കുന്ന വാഹനത്തിന് ഈ ഷേപ്പല്ല, ഇതിന് മറ്റൊരു ഷേപ്പാണ് വേണ്ടിയതെന്ന്. അത് സാധിച്ചു കിട്ടുകയാണെങ്കിൽ ഈ വാഹനവുമായി മറ്റുള്ളവരുടെ ഇടയിലേക്ക് ചെന്ന് തനിക്ക് ഹീറോയാകാം എന്ന് കരുതാത്ത ചെറുപ്പക്കാർ വളരെ വിരളമാണ്. ഇങ്ങനെ ഒരു കാര്യം സാധിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരുപാട് ചെറുപ്പക്കാർ UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ മനസ്സിലിരുന്നത് തങ്ങളുടെ വാഹനം മാത്രമാണ്. ഞാൻ ഈ പറഞ്ഞത് അല്ല എന്ന് പറയുവാൻ മിക്കവർക്കും സാധ്യമല്ല. എന്നാൽ ഈ വാഹന സംബന്ധമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്നുള്ള കാര്യം 99% ആളുകൾക്കും അറിഞ്ഞുകൂടായിരുന്നു. വാഹനങ്ങളെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ളതാണെന്നാണ് നമ്മൾ പലരും വിചാരിച്ചിരുന്നത്. വനവും വനത്തിൽ ജീവിക്കുന്ന ജീവികളും പാമ്പും പഴുതാരയും പറന്നു നടക്കുന്ന പക്ഷികളും കടലും എല്ലാം നിയന്ത്രിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. കേന്ദ്ര ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത് വനത്തിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത് എന്ന്. നമ്മുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട വനമായിരുന്നുവെങ്കിൽ ശബരിമല ഇന്ന് ഈ കാണുന്നതിന്റെ 10 ഇരട്ടി വികസനം നമുക്ക് നടത്തുവാൻ സാധിക്കുമായിരുന്നു. നമുക്ക് കഴിയില്ല. അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി അത്യന്താപേക്ഷിതമാണ്. കടലും അങ്ങനാണ്, വാഹനങ്ങളും അങ്ങനാണ്, പറവകളെ പറ്റിയും അങ്ങനാണ്. അതുകൊണ്ടാണല്ലോ പാമ്പിനെ നാം കൊല്ലരുതെന്ന് പറയുന്നത്. പാമ്പിന്റെ നിയമം നമ്മുടേതല്ല, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ്. അത് തന്നെയാണ് വാഹനങ്ങളും. ഇവിടെ ഘോരഘോരം പ്രസംഗിച്ചിട്ടും നമ്മുടെ വാഹനത്തിൽ എന്തൊക്കെ പുതുമകൾ ചെയ്യാമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എല്ലാം ലിസ്റ്റും പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഇവർ ഈ പ്രഖ്യാപിച്ച ലിസ്റ്റുകളിൽ 99% ഇന്നത്തെ മോഡേൺ കാറുകളിൽ ഉള്ളതാണ്. പിന്നെ എന്താണ് നമുക്ക് അവർ അനുവദിച്ചു തന്നത്? എന്താണ് നിങ്ങൾ പ്രതീക്ഷിച്ചത്? എന്തായിരുന്നു അത്? നിങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയോ? വണ്ടിയുടെ കാറിന്റെ മുകളിൽ കാരിയർ വെക്കുന്നത് അതാണെന്നോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന സാധനം? ബാക്കിയെല്ലാം നമ്മുടെ കാറിൽ ഉണ്ടല്ലോ. ഇല്ലാത്തത് എന്താണ്? GPS ട്രാക്കറും എല്ലാം കാറുകളിലുണ്ട്. ഒന്നുമില്ലാത്തതില്ല. മ്യൂസിക് പ്ലെയറും ഉണ്ട്. ഒരു സ്പീക്കർ കൂടെ കൂടുതൽ വെച്ചോളാൻ പറഞ്ഞതുകൊണ്ട് അതാണോ നമുക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആനുകൂല്യം? 2 സ്പീക്കർ ഉള്ളിടത്ത് 2 എണ്ണം കൂടെ വെച്ചോളാൻ പറഞ്ഞതാണോ? അതോ മെഡ് ഫ്ലാപ്പ് നമ്മുടെ വീലിന്റെ പുള്ളിൽ ചള്ളയും മണ്ണും വരുന്നത് തട്ടുന്നത് വെച്ചോളാൻ പറഞ്ഞതാണോ? എന്താണ് കിട്ടിയ ആനുകൂല്യം? സ്റ്റിയറിംഗ് കവർ ഇല്ലാത്ത കാർ ഏതാണുള്ളത്? മാറ്റ് ഇല്ലാത്ത ഏത് കാറാണുള്ളത്? സീറ്റ് കവർ ഇല്ലാത്ത കാറുകൾ ഏതാണുള്ളത്? ഇവിടുത്തെ രാഷ്ട്രീയ പ്രമുഖരുടെ എല്ലാവരുടെയും കാറുകൾക്ക് സീറ്റ് കവറുണ്ട്. ചുരുക്കം ചില കാറുകൾക്കേ ഉള്ളൂ സീറ്റ് കവർ ഇല്ലാത്തത്. ഏത് കാര്യമാണ് പുതുതായി അനുവദിച്ച് കിട്ടിയത്? ഏത് കാര്യമാണ് സാധിച്ചു തന്നത്? ചുരുക്കി പറഞ്ഞാൽ പുതുതായി ഒരു കാര്യവും ചെറുപ്പക്കാർക്ക് സാധിച്ചു കിട്ടിയിട്ടില്ല. ഇത് തന്നെയാണ് ഘോരഘോരം പ്രസംഗിച്ചിരുന്ന ട്രാൻസ്പോർട്ടിലെ സൗജന്യ യാത്രയും. 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുണ്ടല്ലോ. അത് കഴിഞ്ഞുള്ള പൂരം എന്താണെന്ന് നിങ്ങൾ കണ്ടുകൊള്ളൂ. അപ്പോൾ മനസ്സിലാകും ആ പറഞ്ഞിരുന്ന ട്രാൻസ്പോർട്ടിലെ സ്ത്രീകൾക്കുടെ സൗജന്യ യാത്രയിൽ ഉണ്ടാകാൻ പോകുന്ന പാളിച്ചകൾ എന്താണെന്ന്. എന്താണ് അതിന്മേലുള്ള പ്രത്യാഘാതങ്ങൾ എന്നുള്ളത് നിങ്ങൾ കണ്ടുകൊള്ളൂ. ഈ ട്രാൻസ്പോർട്ട് യാത്രയുടെ പ്രത്യാഘാതം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. നാം പ്രതീക്ഷിക്കാത്ത പ്രത്യാഘാതങ്ങളായിരിക്കും ട്രാൻസ്പോർട്ട് യാത്രയിൽ ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ കുറിച്ചിട്ടുകൊള്ളൂ. ഇത് വാസ്തവം. ഇനിയും 15-ാം തീയതിക്ക്
ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. ഇന്ന് തീയതി 5 ഇന്നേക്ക് 10ാമത്തെ ദിവസം 15-ാം തീയതിയാണ്. നിങ്ങൾ 15-ാം തീയതിയോ 16-ാം തീയതിയോ മുതൽ എന്താണ് കേരളത്തിൽ വരാൻ പോകുന്ന മാറ്റം എന്ന് കണ്ടുകൊള്ളൂ. അതിനുശേഷം നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചോ ഇല്ലയോ എന്ന്. എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറെ ആഴ്ചകൾക്ക് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ട്രാൻസ്പോർട്ട് സൗജന്യ യാത്രയുടെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന്. അതുകൂടി മനസ്സിലാക്കുക. മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരാം. ദയവായി എന്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, എന്നെ ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് പ്രയോജനകരമായ പല വീഡിയോകളും ഞാൻ ഇടുന്നുണ്ട്. ദയവായി നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് എന്റെ ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.